ഈ നമുക്ക് ഒരു ചെറിയ ഞണ്ട് തോരൻ വെച്ചാലോ? ഇത് കണ്ടോ, ഞണ്ട് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്. ഇന്നലെ മീൻ കൊണ്ടുവന്നപ്പം ഇറങ്ങി വാങ്ങിയതാണ്. ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ വെച്ചില്ല. അല്ല, പിന്നെ നമ്മൾ ഒന്നും അങ്ങനെ വെച്ചില്ല. അത് 100 രൂപയ്ക്ക് പൊടി ഞണ്ട്. അപ്പം ഇത് വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡ് എൻ്റെ കൊച്ചു ചെറുമോൻ അത് റെഡിയാക്കി കളഞ്ഞു. അതുകൊണ്ടിപ്പം വീഡിയോ പിടിക്കാൻ ആ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബീഫ് വരട്ടിയപ്പോഴും നെത്തോലി അച്ചാറിട്ടപ്പോഴും ഒക്കെ അത് പിടിക്കാൻ പറ്റാതായിപ്പോയത്. ചെറിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വയ്ക്കണം. അത് എൻ്റെ കൊച്ചുമോത് റെഡിയാക്കി. അപ്പം ചട്ടി എടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പച്ചമുളകിട്ടു, കറിവേപ്പിട്ടു. ഇനി ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇന്നലെ എൻ്റെ മക്കൾ മോനും മരുമോളും ഇന്നലെ പോയി. എനിക്ക് എൻ്റെ വിഷമം, എൻ്റെ മോൻ്റെ കുഞ്ഞ് 1 മാസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതലും ഉറങ്ങുന്ന സമയം ഒത്തിരി ഇരുട്ടിയതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞൻ എൻ്റെ അടുത്തുനിന്ന് അങ്ങ് മുകളിൽ പോകുന്നത്. എനിക്ക് ഒത്തിരി വിഷമം. എൻ്റെ മറ്റുള്ള കുട്ടൂസുമോൻ കൊച്ചിലെ ഇവിടെ ആയിരുന്നു, എൻ്റെ അതിൽ തന്നായിരുന്നു കൂടുതലും എല്ലാം ആയിരുന്നു. എങ്കിലും എനിക്കെന്തോ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോളെ പോയപ്പോഴേ എനിക്കങ്ങ് ഭയങ്കര വല്ലാത്തൊരു എൻ്റെ മോളുമായിട്ട് എനിക്കൊരു ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു. ഞാൻ എൻ്റെ മോനെ വളർത്തിയതുപോലെ മോൻ്റെ കുഞ്ഞിനെയും എനിക്ക് ആ ഒരു അറ്റാച്ച്ഡാണ് എൻ്റെ മോൻ്റെ മോളെടുത്ത്. എന്ന് പറഞ്ഞാൽ മോനെ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മോളെടുത്ത് എനിക്ക് അത്രയും ഒരു അറ്റാച്ച്ഡാണ് ആ കുഞ്ഞിനെ. അപ്പം എനിക്ക് അവരിന്നലെ പോയി, അവളെ വീട്ടിലുണ്ട്. അപ്പം കുഞ്ഞിന്നലെ രാത്രി കരഞ്ഞെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക്, ഭയങ്കര ഒരു വിഷമമായിപ്പോയി. എനിക്കതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത, ഞാൻ രാത്രിയൊക്കെ 12:30 മണിയൊക്കെ ആയപ്പോഴും എനിക്ക് കൂടെ എൻ്റെ കുഞ്ഞ് കരയുന്നൊരു ശബ്ദം പോലെ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇവരങ്ങ് പോയി നിന്നപ്പോഴും എൻ്റെ മോള് കരയുന്ന പോലുള്ളൊരു ശബ്ദം. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞ് കാലത്തെ വിളിച്ചപ്പം അത് പറഞ്ഞു, നമ്മളെ നാട്ടിനെ വിളിച്ചായിരുന്നു. രാത്രി ഇങ്ങനെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കാതെ ഒറ്റ ഭയങ്കര മഴ. അപ്പം മോളിന്നലെ രാത്രി ഒരു ശകലവും ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടത്താണ് അവിടെ നല്ല കൊതുവുണ്ട്. മോള് വരുമ്പോൾ എല്ലാം മോളെ പുറത്ത് നല്ലപോലെ കൊതു കുത്തിയേക്കുന്ന ഇത് കാണാറുണ്ട്. അത് മരുമോള് പറയും കൊതുവുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ തൊട്ടിലവിടെ അവർക്ക് ജനലി ഘടിപ്പിക്കാനും പറ്റില്ല. പിന്നെ വേറെ 2 കൊച്ചുങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ എല്ലാം ഞാൻ മനസ്സിലാക്കിയാണ് എൻ്റെ മോളെ ഞാൻ ഇവിടെ തന്നെ നിർത്താം. അവർ കൊണ്ടുപോകും, ഇപ്പോൾ ഉടനെ കൊണ്ടുപോകും. അത് വിസയൊക്കെ സാക്ഷനായി തുടങ്ങി. ഇപ്പോൾ എൻ്റെ കൊച്ചിനെ ഉടനെ അവർ കൊണ്ടുപോകും. അതുവരെ കുഞ്ഞിവിടെ നിൽക്കട്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. എല്ലാം അവരവരുടെ ഇഷ്ടം. എൻ്റെ മോൻ കാലത്തെ വിളിച്ചായിരുന്നു. പിന്നെ സുഖമായിട്ടങ്ങ് എത്തി. മരുമോക്കും ഭയങ്കര ഒരു വിഷമം തന്നെ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എത്രയായാലും വിട്ട തള്ളമാർക്ക്
തള്ളയ്ക്കായാലും തന്തയ്ക്കായാലും മോൻ്റെ വിളി കേൾക്കുമ്പോൾ മോൾക്ക് നല്ലോണം അറിയാം. മുത്തേന്ന് വിളിക്കുമ്പോൾ മോൾ നോക്കുന്ന നോട്ടം കാണണം, ഭയങ്കര ഒരിതാണ്. മോനും അതുപോലെ വിഷമം കാണും. കാര്യം മൂത്ത മോൻ ഗൾഫിൽ തന്നെ ജനിച്ചതാണ്. അവർ ജനിച്ച് 17-ൻ്റെ അന്നാണ് കുഞ്ഞിനെയും കൊണ്ട് ഈ നാട്ടിൽ വരുന്നത്. അവർക്ക് പെട്ടെന്ന് സുഖമില്ലാതായി അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു. അപ്പം മോളെ കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പം മോളെ കാര്യത്തിന് എനിക്ക് എല്ലാത്തിനും, എനിക്ക് ഹോസ്പിറ്റലിലായാലും എല്ലാ കാര്യത്തിനും എനിക്ക് നിന്ന് സഹകരിക്കാനും എല്ലാ കാര്യത്തിനും എൻ്റെ മോളെ കാര്യത്തിനും എനിക്ക് പറ്റി. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് മഴയായതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഞാൻ ശകലം ഞണ്ട് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞണ്ട് തീയലല്ല, ഞണ്ട് തോരൻ. അപ്പോൾ അതിലേക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്കിടാം. നമ്മുടെ ഞണ്ട് തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. വേകാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം അതിലൊഴിച്ചു. അതൊന്ന് വറ്റി വരട്ടെ. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി. കണ്ടോ, കൊള്ളാമോ? സൂപ്പറല്ലേ? അപ്പം എൻ്റെ കൊഞ്ച് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയറും ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മഴ, ഭയങ്കര മഴ. ഇപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.